എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സിക്കം മസാല, ഒരു ക്യാപ്സിക്കം കറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അധികം എരിവുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന നമ്മുടെ ചോറിനും ചപ്പാത്തിക്കൊക്കെ ചേരുന്ന ഒരു ക്യാപ്സിക്കം കറി. വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ക്യാപ്സിക്കം കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്രൈങ് പാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി. ഇനി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, ഏതെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഒരു ചെറിയ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത്, കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന സവാളയാണ്. അപ്പോൾ ഈ സവാളയും കൂടെ ചേർത്ത് നമ്മൾ അതൊന്ന് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നമ്മുടെ സവാള നന്നായിട്ട് വഴറ്റി ആ ഒരു ഒന്ന് വഴന്ന് വരുന്ന പാകമാകുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് സവാളയും കൂടെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുത്ത് ഒന്ന് ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേക്കും ഇനിയിപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളിക്കാണ്. തക്കാളിക്ക് അതുപോലെ ചെറിയ പീസാക്കിയിരിക്കുന്ന ടൊമാറ്റോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനിയിപ്പം ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി, തക്കാളി ഒരുവിധം നന്നായിട്ട് വെന്ത് വരുന്നതാണ് നമ്മുടെ മസാല ഇടുന്നതിന് മുമ്പുള്ള പാകം. അപ്പം നമ്മുടെ തക്കാളിക്കൊക്കെ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് നമ്മുടെ കറിക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ മസാല ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടെ വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാലയും ക്യാപ്സിക്കം എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി നമ്മളിതുപോലെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണയൊന്ന് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ക്യാപ്സിക്കം വേകാനായിട്ട് അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സാധനമാണ് ക്യാപ്സിക്കം. അപ്പോൾ നമുക്കതനുസരിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയാണ്. ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയൊരു മധുരം കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളം നമ്മുടെ കറിക്ക് തിക്നെസ് വേണമെന്നനുസരിച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം ഒത്തിരി ഗ്രേവി ഇല്ലാതാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ അത് അടച്ച് വെച്ചിട്ട് നമ്മുടെ കറി ഒന്നുകൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മല്ലിയിലയും കൂടെ തൂവിട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിപ്പോൾ അധികം കഷ്ടപ്പാട് പോലും ഇല്ല. നമുക്ക് ജസ്റ്റ് കാപ്സിക്കം ഉള്ളിയൊക്കെ അരിയുന്നതിൻ്റെ സമയമേ ഉള്ളൂ. ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ 5 മാക്സിമം 5 അല്ല 10 അതിനപ്പുറത്തേക്ക് പോകത്തില്ല ഇത് പ്രിപ്പറേഷൻ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിട്ട് നമ്മുടെ കറി നമുക്ക് ചൂട് ചപ്പാത്തിയോടെയോ ഒക്കെ കഴിക്കാം. കൊച്ചു പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു, നമ്മുടെ ഫാമിലിക്കെല്ലാം പറ്റുന്നൊരു നല്ല കറിയാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിൻ്റെ ഈ ചാനലിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്തിട്ട് എനിക്കൊന്ന് സപ്പോർട്ട് തരണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി.